Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-dini kulli wa kafa billahi shahida. Allahumma salli 'ala Muhammadin wa 'ala ali Muhammad kama sallaita 'ala Ibrahim wa 'ala ali Ibrahim wa barik 'ala Muhammadin wa 'ala ali Muhammad kama barakta 'ala Ibrahim wa 'ala ali Ibrahim innaka hamidum majid. Amma ba'du fa inna khairal kalami kalamullah wa khairal hadithi kitabullah wa khairal hadi hadiyyu Muhammadin sallallahu alaihi wasallam wa syarral umuri muhdatsatuha wa kullu muhdatsatin bid'ah wa kullu bid'atin dhalalah. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Ya ayyuhan nasu taqu rabbakumul ladzi khalaqakum min nafsin wahidah وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ ബിമാ കസബ റഹീൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സർവശക്തനായ പരമകാരുണികനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മൾ കേട്ടതാണ് അപകടത്തിൽ മരണപ്പെട്ട ചെറിയ കുട്ടികളുടെ UAE-യിൽ 4 കുട്ടികളാണ് ഒന്നിച്ച് മരണപ്പെട്ടത്. അതേപോലെ തന്നെ മദീനയിലുണ്ടായ മറ്റൊരു അപകടത്തിലുമെല്ലാം നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ മനസ്സിലുണ്ട്. പലപ്പോഴും ഇത്തരം മരണ വാർത്തകൾ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ മരണം കേൾക്കുമ്പോൾ, ചില വസ്വാസിൻ്റെ സംശയങ്ങളുടെ ചോദ്യങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഉയരാറുണ്ട്. ഇത്തരം വാർത്തകൾ ഷെയർ ചെയ്യപ്പെടുന്ന സൈറ്റുകളിൽ നമ്മൾ അതിൻ്റെ കമൻറ്റുകൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്കതിന് സാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കാറുണ്ട്. കാരണം ആ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ മാതാപിതാക്കളുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുമ്പോൾ അതിനടിയിൽ വന്ന് പരമകാരുണികനായ സർവശക്തനായ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുകയും അത് കാരുണ്യത്തിന് വിരുദ്ധമായ ക്രൂരതകളാണെന്ന് കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് കണ്ടുപോകാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥ, എല്ലാവരും പ്രാർത്ഥനാനിരതമായ അള്ളാഹുവിലേക്ക് മാപ്പിന് വേണ്ടി കൈ ഉയർത്തുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ മനസ്സുകൾ പിടക്കുന്ന അത്തരം സന്ദർഭങ്ങളിലും ഇത്ര ക്രൂരമായ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ ഈ നിർമ്മതവാദികളും നിരീശ്വരവാദികളും യുക്തിവാദികളുമൊക്കെയായ ആളുകൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസം എന്താകട്ടെ, ചില സന്ദർഭങ്ങളെയും സമയങ്ങളെയുമെങ്കിലും ഇത്തരം കമൻറ്റുകളിൽ പരിഗണിക്കേണ്ടതില്ലേ? ഒരു വേദനയിൽ പങ്കുചേരുന്ന കമൻറ്റുകൾക്കിടയിൽ തികച്ചും അതിനോട് ഒരു നിരക്കും നീതി പുലർത്താത്ത
പ്രാർത്ഥനകൾ ഉയരുന്ന സന്ദർഭത്തിലും സൃഷ്ടാവിനെയും ദൈവത്തെയും ആരാധനയെയും വന്ന് പരിഹസിക്കുവാനും കളിയാക്കുവാനും ചോദ്യം ചെയ്യുവാനും എങ്ങനെ കഴിയുന്നു എന്നത് ഏറ്റവും മിനിമം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത്തരം ചില വസ്വാസുകൾ നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കിക്കൂടാ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും ഉത്തരം തേടി അന്വേഷിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ്. കാരണം അള്ളാഹു പരമകാരുണികനായ കരുണാനിധിയായ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ പിന്നെ ആ വിശ്വാസത്തിലുള്ളത് ആ കരുണയ്ക്ക് വിരുദ്ധമായി അള്ളാഹു ഒരിക്കലും പ്രവർത്തിക്കൂല എന്നാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾക്കും വിശേഷണങ്ങൾക്കും എതിരായി ഒന്ന് അള്ളാഹുവിൽ നിന്നും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, അള്ളാഹുവിൻ്റെ യുക്തി, അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണെന്ന് ആർക്കറിയാൻ പറ്റും? അള്ളാഹുവിനെ കുറിച്ച് നമ്മളെ വിശ്വാസം തന്നെ ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അവൻ പ്രവർത്തിക്കുന്ന ഒന്നിനെക്കുറിച്ചും അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല. അള്ളാഹു എന്തു ചെയ്താലും അതെന്തിനെന്ന ചോദ്യം ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകുന്നില്ല. പക്ഷെ വഹും യുസ്അലൂൻ, അള്ളാഹു അല്ലാത്ത എല്ലാവരും ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണ്. അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഒരു സർജറിക്ക് വേണ്ടി നമ്മുടെ ഒരു ഉറ്റ ബന്ധുവിനെ തിയേറ്ററിൽ കയറ്റിയാൽ പോലും നമ്മൾ ആ ഡോക്ടറെ വിശ്വസിക്കുന്നു. നമുക്ക് എന്താ സർജറി എന്നറിയൂ, എന്താ അവിടെ നടക്കണമെന്ന് അറിയൂ, ഒന്നും അറിയില്ല. ആ ഡോക്ടറിലുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രം പുറത്ത് സമാധാനത്തിൽ നിൽക്കുകയാണ്. ഈ പ്രപഞ്ച സൃഷ്ടാവായ പരമകാരുണികനായ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ആ ഒരു വിശ്വാസം എന്തല്ലാത്ത എല്ലാ കാര്യത്തിലും അള്ളാഹ് കാരുണ്യവാനാണ്. കരുണയ്ക്ക് വിരുദ്ധമായ ഒന്ന് അവൻ ഉണ്ടാവില്ല. അവൻ്റെ എല്ലാ തീരുമാനങ്ങളിലും നീതിയുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ഒരു വിശ്വാസിക്ക് എന്ത് ചെയ്യണം? കഴിയണം എന്നാണ്. അള്ളാഹുവിൻ്റെ എല്ലാ തീരുമാനങ്ങൾക്ക് പിന്നിലും ഹിക്മത്തുകളുണ്ട് സുഹൃത്തുക്കൾ. ആ ഹിക്മത്ത് എന്താണെന്ന് അറിയില്ല. ആ ഹിക്മത്ത് അറിയുമ്പോഴാണ് നമ്മൾ വിചാരിച്ചു പോയത് എത്ര വലിയ അബദ്ധമാണെന്ന് നമുക്ക് മനസ്സിലാകുക. അത് മനസ്സിലാക്കി തരാനാണ് അൽ കഹ്ഫ് സൂറത്തിൽ ഹിളറും മൂസാ നബി അലൈഹി സ്വലാമും ഒന്നിച്ചുള്ള യാത്രയെക്കുറിച്ച് പറഞ്ഞു. ഒരു കുട്ടിയെ കൊന്നു. എന്താണ് ആ കുട്ടികൾ മാതാപിതാക്കൾക്ക് ഭാവിയിൽ വലിയ വിപത്തുണ്ടാക്കുന്നതാണെന്ന് ആർക്കേ അറിയുള്ളൂ? അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഒരു കപ്പൽ കേടുവരുത്തി. സ്വാഭാവികമായും ആ കപ്പൽ കേടുവരുത്തിയത് കപ്പലിൽ കയറ്റിയ ആളുകളോട് ചെയ്യുന്ന അനീതിയാണെന്ന് പറയുന്നുവെങ്കിലും കേടുവന്ന കപ്പലുകളെ മാത്രമേ രാജാവ് പിടിച്ചെടുക്കാത്തുള്ളൂ, ബാക്കിയൊക്കെ പിടിച്ചെടുക്കും. അതറിയുന്ന ഒരാളാണ്. എന്ത് ഹിക്മത്താണ് ഓരോ തീരുമാനത്തിനും പിന്നിൽ അള്ളാഹുവിനുള്ളത് എന്നറിയാത്തവരാണ് ഈ സംശയം രേഖപ്പെടുത്തുന്നത്. കാരണം അള്ളാഹുവിൻ്റെ അറിവോ തീരുമാനങ്ങളോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. അള്ളാഹുവിൻ്റെ അറിവുകളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നതല്ലാത്ത ഒന്നും ഒരാൾക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ലെന്നതാണ്. ഒരു കാര്യം വളരെ ലളിതമാണ് സുഹൃത്തുക്കളെ. എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു കാരണമുണ്ട്. അത് ഈ ലോകത്തിൻ്റെ സംവിധാനം അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വലിയൊരു വാഹനം വന്ന് ചെറിയൊരു വാഹനത്തിൻ്റെ മുകളിലേക്ക് ഒന്നിച്ചു വന്നാൽ അവിടെ ഒരു അപകടം സംഭവിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതും ഇവിടുത്തെ ഒരു നിമിത്തമാണ്, ഇവിടുത്തെ ഒരു കാരണമാണ്. പിന്നെ അതുമാത്രമല്ല, ഒരു മനുഷ്യനിൽ ഒരു അബദ്ധം സംഭവിക്കുമ്പോൾ ആ അബദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതാണ്. ഏത് അബദ്ധങ്ങൾക്കും അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നതൊക്കെ ഇവിടുത്തെ ഒരു സുന്നത്താണ്, ഒരു നടപടിക്രമമാണെന്നാണ്. പിന്നെ പരലോക വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും ഉത്തരം തേടേണ്ട ഒരു ആവശ്യമില്ല. അള്ളാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ജീവൻ കൊടുത്തു വാങ്ങേണ്ട ഒന്ന് സ്വർഗം മാത്രമാണ്. അപ്പോൾ സ്വർഗം കിട്ടുന്നുണ്ടെങ്കിൽ ജീവൻ പോകുന്ന പ്രശ്നമില്ല എന്നാണ്. അതാണ് ഒരു വിശ്വാസിൻ്റെ മനസ്സ്. സ്വർഗം കിട്ടുമെന്നുണ്ടെങ്കിൽ എന്തല്ല, നമ്മുടെ നഷ്ടങ്ങളൊന്നും നഷ്ടമല്ല. അപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് സ്വർഗത്തിലേക്ക് എത്താനുള്ളൊരു നിമിത്തമാണെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമായി ഒരിക്കലും വിലയിരുത്തപ്പെടുന്നില്ല. പിന്നെ ഇതെന്താണ്? ഇതൊന്ന് മാതാപിതാക്കൾക്കുള്ള പരീക്ഷണമാണ്. കുട്ടികൾ മരിച്ചിട്ട് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്കുള്ള ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തെ ഒരാൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞാൽ, ആ പരീക്ഷണം എത്ര കനപ്പെട്ടതാണോ ആ കനപ്പെട്ട പരീക്ഷണത്തിന് കനപ്പെട്ട ക്ഷമയോടെ അതിനെ നേരിടുമ്പോൾ അതിന് പ്രതിഫലം വർഷം കൊടുക്കും. അത് ഇഹലോകത്തും പരലോകത്തും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നേടാൻ കഴിയാത്ത പ്രതിഫല കൊടുക്കുക. മാമിൻ മുസ്ലിം ഒരാൾ മുസ്ലിമിന് 2 കുട്ടികൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ആ മരണപ്പെട്ടു പോകുന്ന കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിൽ ഇല്ല ജി അബിഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ കുട്ടികളെ കൊണ്ടുവരും. യൂഖഫു അലാ ബാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലേക്ക് ആ കുട്ടികൾ ഇങ്ങനെ നിൽക്കും.
ഫയുക്കാലുക, അപ്പോൾ കുട്ടികൾ പറയും ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കയറിക്കോളിയും എന്ന് പറയും. ഫയഖൂലൂൻ, അപ്പോൾ ആ കുട്ടികൾ പറയും ഹത്താ യദ്ഖുല ആബാഉന, ഞങ്ങളുടെ വാപ്പാരും ഉമ്മാരും കയറാതെ ഞങ്ങൾ കയറൂല എന്ന് പറയും. അപ്പോൾ ഉദ്ഖുലൂ അൻതും വ ആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും ഒന്നിച്ച് സ്വർഗത്തിൽ കയറൂ എന്ന് അവരോട് പറയുന്നതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയാണ് ഈ ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക് സംശയം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ സുഹൃത്തുക്കൾ, ഒരു കുട്ടിൻ്റെ ജന്മം ആലോചിച്ചപ്പോൾ ആ കുട്ടി എവിടെ കിടക്കണത്? ഗർഭപാത്രത്തിൽ 3 അറകൾക്കുള്ളിലാണ് കിടക്കുന്നത്. ആ കുട്ടിയുടെ സംരക്ഷണത്തിന് അള്ളാഹു ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾ എത്ര കാര്യങ്ങൾ! ആ കുട്ടിയുടെ സുരക്ഷിതത്തിനും ആരോഗ്യപരമായ നിലനിൽപ്പിനും വേണ്ടി ആ സുഗമമായി ആ കുട്ടി ജനിച്ച് പുറത്തു വരുന്നവരെ 8-9 മാസം ആ കുട്ടി കൊടുത്ത സംരക്ഷണത്തെക്കുറിച്ച് വളരെ ചെറിയൊരു അറിവ് അതിനെക്കുറിച്ചുള്ളവൻ പോലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് സംശയിക്കൂല. നമുക്കൊക്കെ കുട്ടികളിലെ ആ കുട്ടികളൊക്കെ ഒരു 10 വയസ്സ് വരെ ആ പക്വതല്ലാത്ത എന്ത് അബദ്ധങ്ങളും ചെയ്യുന്ന ആ കുട്ടികൾ മരിക്കാതെ നിലനിൽക്കുന്നു എന്നുള്ളത് എന്തെല്ലാം ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ കാത്ത് രക്ഷിച്ചിട്ടാണെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാനുമുള്ള ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ കിടക്കുമ്പോഴാണ് ഇത്തരം ചില പരീക്ഷണങ്ങളെ ചൂണ്ടിക്കാണിച്ച് അള്ളാഹുവിൻ്റെ കരുണയെ ചോദ്യം ചെയ്യുന്നതാണ്. കൂടുതൽ മനുഷ്യൻ അനുഗ്രഹങ്ങൾ നൽകുവാൻ വേണ്ടിയുള്ളതാകുന്നു അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നില്ല എത്ര കൃത്യമായിട്ടാണ് ഖുർആനും ഹദീസും പറയുന്നത്. ഒരിക്കലും ആ കുട്ടികൾ നരകത്തിൽ പോകില്ല എന്നാണ്. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ ആർക്കാ പറ്റുക എന്നുള്ളതാണ്. പിന്നെ നബി സ്വല്ലല്ലാഹു അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, ഇന്നഹു ഖദ് മാതലി ഇബ്നാനി, അയാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് 2 മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഫമാ അൻത മുഹദ്ദിസി അൻ റസൂലില്ലാഹി ബിഹദീസിൻ തുതയ്യിബു ബിഹി അൻഫുസനാ അൻ മൗതാന. ആ മരണപ്പെട്ടു പോയ കുട്ടികളെ കാര്യത്തിൽ എനിക്ക് സമാധാനം കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതാ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞെന്ന് എന്തെങ്കിലും ഒരു വാക്ക് സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാന്നാ. കാരണം പറഞ്ഞു തരാം. സിഗാറുഹും ദആമീസുൽ ജന്ന, ആ ചെറിയ കുട്ടികൾ അവർ സ്വർഗത്തിലെ കിളികളാണ്, അല്ലെങ്കിൽ സ്വർഗത്തിലെ മത്സ്യങ്ങളാണ്, അല്ലെങ്കിൽ പൂമ്പാറ്റകളാണ്. ഒക്കെ അർത്ഥം പറയാൻ പറ്റിയൊരു വാക്കാണ് ദആമീസ്. അവരൊരിക്കലും വിട്ടുമാറിപ്പോവാത്ത, അകന്നു പോകാത്ത, സ്വർഗത്തിലെപ്പോഴും ഓടിക്കളിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. യതലഖ അഹദുഹും അബാഹു, അങ്ങനെ അവിടുന്ന് വാപ്പാനെ കാണും, ഉമ്മാനെ കാണും. ആ സമയത്ത് എന്തായിരിക്കും? ഫയഖുദു ബിസൗബിഹി, അവരെ വസ്ത്രം പോയിട്ട് ആ കുട്ടി പിടിക്കുന്നതാണ്. അല്ലെങ്കിൽ ഔ ഖാല ബിയദിഹി, അല്ലെങ്കിൽ കയ്യിൽ പോയിട്ട് പിടിക്കും. കമാ ആഖുദു അന ബിസ്വനഫത്തിൻ സൗബിക ഹാദാ, ദാ ഈ വസ്ത്രത്തിന്റെ കോന്തലയിൽ പിടിച്ച പോലൊരു പിടുത്തം പിടിക്കും. എന്നിട്ടോ ഫലാ യതനാഹാ ഹത്താ യുദ്ഖിലഹു അല്ലാഹു വ അബാഹുൽ ജന്ന, അവനെയും ആ കുട്ടിയെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ആ പിടുത്തം വിടൂല എന്നാണ്. അങ്ങനെ ആ മാതാപിതാക്കളുടെ കോന്തലയിൽ പിടിച്ച ആ കുട്ടികൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഈ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അവലോകനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ലൈസ ഫീഹിം ഇഖ്തിലാഫുൻ അന്നഹും ഫിൽ ജന്ന, ഈ കുട്ടികൾ സ്വർഗത്തിലാണെന്ന കാര്യത്തിൽ ലോക മുസ്ലിങ്ങൾക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയേ ഇല്ല എന്നാണ്. എത്ര ഗൗരവമുള്ളതാണ്. നമ്മുടെ കുട്ടികൾ ഇനി ബർസഖിലോ, ഇപ്പം കുട്ടികൾ എവിടെയുള്ളത്? ബർസഖിലാണ്, ഖബറിലാണ്. അവിടെയും അവർ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതിലേറെ നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കൾ, ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താ ചിന്തിക്കുക? ഈ കുട്ടിയൊക്കെ വളർന്നു വന്നാൽ അതെനിക്ക് എത്ര ഉപകാരമായിരിക്കും എന്നല്ലേ ചിന്തിക്കാം. എന്നാൽ ആ കുട്ടികളെ കൊണ്ട് കിട്ടുന്ന ഉപകാരമെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിച്ചിരിക്കുന്ന കുട്ടികളെ കൊണ്ട് കിട്ടാത്ത ഉപകാരമാണ്. അതെന്താ ഉപകാരം? ആ കുട്ടികൾ പാപമില്ലാത്തവരാണ്, അവർക്ക് പൊറുക്കലിനെ തേടേണ്ട ആവശ്യങ്ങളില്ല, എന്തായാലും പൊറുക്കലിനെ തേടാന്നുള്ളൂ. മനസ്സിലായി? ആ കുട്ടികൾ സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ എത്തുമ്പോൾ 10, 70, 80 കൊല്ലം ജീവിച്ച മാതാപിതാക്കൾക്ക് അവിടേക്ക് എത്താൻ യോഗ്യത ഉണ്ടാവില്ല. അതിനുള്ള അതിനുമാത്രം തെറ്റുകൾ അവർ ചെയ്തിട്ടായിരിക്കും. എന്നാൽ ആ കുഞ്ഞു മക്കൾ ഇരിക്കുന്ന സ്വർഗ പദവിയിലേക്ക് ഈ മാതാപിതാക്കൾ എത്താൻ ആ മക്കൾ കാരണമാവുന്നതാണ്. അത്ര ഉപകാരം ദുനിയാവിൽ മക്കളെ കൊണ്ട് കിട്ടുമോ? അത്ര ഉപകാരം മക്കളെ കൊണ്ട് കിട്ടുമോ? ആ കുട്ടികൾ നമ്മളെ കൂടെ ജീവിച്ചിരുന്നാൽ നമുക്ക് അത്ര ഉപകാരം കിട്ടും. എത്ര സ്ഥലത്താ ഖുർആൻ പറഞ്ഞു? 3 ആയത്തിൽ പറയുന്നുണ്ട്, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. ജന്നാത്തു അദ്നിൻ, ശാശ്വത സ്വർഗ്ഗം, അതിൽ പ്രവേശിക്കും. വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരിൽ നല്ലവരായിട്ട് അവരുടെ പിതാക്കൾ, അവരുടെ ഇണകൾ, അവരുടെ മക്കൾ.
അവരോട് എല്ലാ വാതിലിലൂടെയും കയറിപ്പോകാൻ വേണ്ടി മലക്കുകൾ അവിടെ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കും നിങ്ങൾ, അവരെ ഒന്നിച്ച് സ്വർഗത്തിൽ കയറ്റുന്നതാണ്. തുടക്കത്തിൽ ഓതിയ ആയത്ത് വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ, വിശ്വാസികളായ ആളുകൾ അവരെ അതേ ഈമാനിൽ പിന്തുടരുകയും ചെയ്ത അവരുടെ മക്കൾ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, ആ മക്കളെ ഞാൻ അവരോടൊപ്പം ചേർത്ത് കൊടുക്കും. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈഅ, അവിടെ പ്രവർത്തനങ്ങളിൽ ഒന്നും ഞാൻ കുറവ് വരുത്തൂല എന്നാണ്. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നില്ലതി വഅത്തഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. റബ്ബേ, അവരൊക്കെ നീ കുടുംബങ്ങളെയും ബന്ധുക്കളെയും മക്കളെയും ഒക്കെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്നാണ്. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആ മക്കളെ കൊണ്ട് ഈ മാതാപിതാക്കൾ സ്വർഗത്തിൻ്റെ ഉന്നതിയിലെത്തും എന്നാണ് ഈ ആയത്തുകളും ഈ നബിവചനങ്ങളും എല്ലാം. അവരവിടെ കണ്ടുമുട്ടി മാതാപിതാക്കളോടൊപ്പം എങ്ങനെയാണ് നമ്മളിവിടെ ജീവിക്കാൻ വിചാരിച്ചത് മക്കളൊപ്പം, അതിനേക്കാളും ആനന്ദകരമായ സഹവാസത്തോടുകൂടി അവിടെ അവർ വരുന്നതാണ്. എന്തേ? കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തുന്നില്ല. റുഫി അൽ കലമു അൻ തലാത്ത, മൂന്നാളെന്ന് പേന ഉയർത്തപ്പെട്ടു എന്നാണ്. അനിന്നായും ഉറങ്ങണ ആള്, ഹത്താ യസ്തൈഖില, ഉണരുന്നത് വരെ അവൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തൂല. ഉറക്കത്തിൽ വിളിച്ചു പറയണതൊന്നും അവൻ്റെ പേരിൽ രേഖപ്പെടുത്തൂല. അനിസ്വബി ഹത്താ യഹ്തലിം, പ്രായപൂർത്തിയാകണത് വരെ കുട്ടി ചെയ്യണതൊന്നും രേഖപ്പെടുത്തൂല. എന്ന് പറഞ്ഞാൽ എല്ലാ പാപങ്ങളിൽ നിന്നും ആ കുട്ടി മുക്തനാണ് എന്നാണ്. ഈ സാധാരണ ഹദീസിൽ വന്നിട്ടില്ലെങ്കിലും ഇമാമിങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ്, കുട്ടികളുടെ മയ്യത്ത് സ്കരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ പറയാമെന്ന് കാര്യം. ആ പ്രാർത്ഥന കേട്ടാൽ മതിയും. ആ പ്രാർത്ഥനയിൽ പറയുന്നതിൽ ഒരു കുട്ടിനെ മുന്നിൽ കിടത്തിയിട്ട് മാതാപിതാക്കളുടെ മനസ്സിൽ ഓർമ്മ വരുന്ന വാക്കുകളാണ് അല്ലാഹു മജ്അൽഹു ദുഖ്റൻ ലിവാലിദൈഹി, ഒരു നിക്ഷേപമാക്കണം എന്നാണ് മക്കൾ. ഈ കുട്ടി ഈ വേദനിക്കുന്ന മാതാപിതാക്കൾ ഒരു മുതലായി, ഒരു സമ്പത്തായി, ഒരു നിക്ഷേപമായി പരലോകത്താക്കണം പടച്ചോനെ എന്നാണ് കൈകെട്ടി ബേക്കെന്ന് പറയണത്. വഫറത്തൻ, അവരൊക്കെ മുന്നിൽ സ്വർഗത്തിലെത്തുന്നവനായി. വശഫീഅൻ മുജാബൻ, അദ്ദേഹത്തിന് വേണ്ടി ശുപാർശ ചെയ്യാൻ ഈ കുട്ടികൾ എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് അവർ അള്ളാഹുവോട് അപേക്ഷിക്കുമെന്നാണ്. അല്ലാഹുമ്മ അദ്ദിം ബിഹി ഉജൂറഹുമ, അവർക്കുള്ള പ്രതിഫലം നീ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. വസഖിൽ ബിഹി മവാസീനഹുമ, അവിടെ തുലാസുകൾ കനം തൂങ്ങാൻ ഈ മക്കളെ കൊണ്ടാവണമെന്നാണ്. വഅൽഹിഖു ബിസാലിഹി സലഫിൽ മുഅ്മിനീൻ, ഉത്തമരായ മുഅ്മിനീങ്ങളോടൊപ്പം ചേർത്ത് കൊടുക്കുന്നതാണ്. വജഅൽഹു ഫീ കഫാലത്തി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ സംരക്ഷണത്തിൽ അവരെ ആക്കുക എന്നാണ്. വഖ്ഹി ബിറഹ്മതിക അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്ന് അവരെ നീ കാക്കണേ എന്നാണ്. വഅബ്ദിൽ ഹുദാരൻ ഖൈറൻ മിൻ ദാരിഹി വാഹിരൻ ഖൈറൻ മിൻ നഖലിഹി, ഏറ്റവും ഉത്തമമായ വീട്, ഉത്തമമായ കുടുംബം ഒക്കെ നീ അവർക്ക് നൽകുന്ന. റസൂലുള്ളാഹി മരിച്ചില്ലേ സുഹൃത്തുക്കളെ, ഒരു കുട്ടി ഇബ്രാഹിം നബിൻ്റെ കണ്ണുകൾ നനഞ്ഞില്ലേ? ഹൃദയത്തിലുള്ള കാരുണ്യം കൊണ്ടാണെന്ന് ആ കരച്ചിലിനെ ചോദ്യം ചെയ്ത ആളുകളോട് നബി പറഞ്ഞു, ഒരു ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കുന്ന ഒരു കുട്ടി പോലും ആ കുട്ടിയെക്കുറിച്ച് ക്ഷമിച്ചാൽ ആ ഉമ്മയെ സ്വർഗത്തിലെത്തിക്കാൻ ആ കുട്ടി കാരണമാകുമെന്ന് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിലുണ്ട്. മാത്രമല്ല, ഈ അപകട മരണങ്ങളിൽ പിന്നെയും പ്രതീക്ഷയല്ലേ. അപകട മരണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? അശ്ഹദാഉ ഖംസ, 5 ആളുകൾ രക്തസാക്ഷികളാണ്. അതിലൊന്നൽ മത്ഊൻ വൽ മബ്തൂൻ, വയറിലെ അസുഖം, അല്ല എന്തെങ്കിലും വീണ് ചതഞ്ഞ് മരിക്കുക, മുങ്ങി മരിക്കുക, കെട്ടിടങ്ങൾ തകർന്ന് മരിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഷഹീദ്, ഇവരൊക്കെ രക്തസാക്ഷികളായി പരിഗണിക്കുന്നതാണ്. ഏറ്റവും നല്ലൊരു മരണമായി പോലും വിലയിരുത്തപ്പെട്ടതാണ്. അത് എന്തേ വേണ്ടുള്ളൂ? ക്ഷമിച്ചിട്ട് വളരെ ഒന്നും അള്ളാഹു വിരുദ്ധമായി പറയാതെ വിശ്വാസത്തിലൊരു സംശയവും വരാതെ ഇരിക്കുക. ഇദാ മാത വലദുൽ അബ്ദി ഖാല അല്ലാഹു ലിമലായികതിഹി, ഒരു കുട്ടി മരിച്ചാൽ അള്ളാഹു മലക്കുകളോട് പറയും, ഖബൽതും വലദ അബ്ദി, എൻ്റെ ഒരു അടിമയുടെ കുട്ടിയെ നിങ്ങൾ എടുത്തുവല്ലേ? മലക്കുകളെ, നിങ്ങളൊരു കുട്ടിയുടെ ആത്മാവിനെ പിടിച്ചുവല്ലേ? അപ്പോൾ മലക്കുകൾ പറയും നഅം, അതെ. അപ്പോൾ അള്ളാഹു പറയും ഖബൽതും തമറത ഫുആദിഹി, അള്ളാഹിന്റെ സ്നേഹമാണ് സുഹൃത്തുക്കൾ, അവൻ്റെ കരളിൻ്റെ കഷ്ണത്തെയാണ്, കരളിൻ്റെ ഫലത്തെയാണ് നിങ്ങൾ, പഴത്തെയാണ് നിങ്ങൾ പറിച്ചത്. ഫയഖൂലു നഅം, അതെ. അപ്പോൾ അള്ളാഹു പറയും മാദാ ഖാല അബ്ദി, ആ കുട്ടികൾ മരിച്ചപ്പോൾ, അവരുടെ ജനാസ കണ്ടപ്പോൾ, അവരെ ഖബറിലേക്ക് ഇറക്കിയപ്പോൾ ആ കുട്ടികളുടെ മാതാപിതാക്കൾ എന്തു പറഞ്ഞു എന്ന് അള്ളാഹു ചോദിക്കും. ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും ഹമിദക വസ്തർജഅ, അവർ നിന്നെ സ്തുതിച്ചു റബ്ബേ,
അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നാണ് മക്കൾ മരിച്ചപ്പോൾ അവർ പറഞ്ഞത്. വസ്തർജഅ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ പറഞ്ഞു. ഫയഖൂലുല്ലാഹ്, അപ്പോൾ അല്ലാഹു പറയും, ഇബ്നു ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എൻ്റെ അടിമക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിതു കൊടുക്കൂ. വസമ്മൂഹു ബൈത്തൽ ഹംദ്, ഹംദിൻ്റെ വീട്, സ്തുതിയുടെ വീട് എന്ന് നിങ്ങൾ അതിന് പേരിടൂ എന്ന് ഇമാം തുർമുദിയുടെ ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെ മനസ്സിൽ വന്ന് അതൊക്കെ ആലോചിക്കാൻ പറ്റുകയാണെങ്കിൽ അതിലേക്ക് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലത്തെ പ്രതീക്ഷിക്കുവാനും ആ കുട്ടികളിലുള്ള യാതൊരു നിരാശയും അവിടെ മനസ്സിനെ ബാധിക്കാതെ മുന്നോട്ട് പോകാനും പറ്റും. നമ്മളിൽ ആർക്കെങ്കിലും പലപ്പോഴും പ്രസവത്തിൻ്റെ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ കുട്ടികൾ മരണപ്പെട്ടു, പല അപകട മരണങ്ങൾ. നമ്മുടെ മുറ്റത്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴൽക്കിണറിൽ വീണിട്ട്, സ്ലാബ് തീങ്ങിയിട്ട് അതിൽ കിടന്ന് വീണ്, തീ പിടിച്ച്, ഏതൊക്കെ രൂപത്തിൽ നിറച്ചു വെച്ച വെള്ളപാത്രത്തിൽ വീണ്, അങ്ങനെ എത്രയെല്ലാം മരണത്തിൻ്റെ കഥകൾ നമ്മുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോകും. ആ കടന്നു പോകുമ്പോൾ തന്നെ ഈ ഹദീത്തുകളും കൂടെ നമുക്ക് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഒരു നിലക്കും ക്ഷമകേട് കാണിക്കാതെ അത്തരം സന്ദർഭങ്ങളിൽ പിടിച്ചു നിന്നാൽ വബശ്ശിരി സ്വാബിരീൻ, ആ ക്ഷമക്ക് അല്ലാഹു സന്തോഷ വാർത്തയാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത് എന്നാണ്. ഇത് അതുമാത്രമല്ല, ഒരു പ്രിയപ്പെട്ട ആൾ, കുട്ടികൾ മാത്രമല്ല, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചാൽ അതിന് ജസാഅൻ ഇദാ ഖബൽതു സഫിയ്യഹു മിൻ അഹ്ലി ദുനിയ സുമ്മ ഇഹ്തസബഹു ഇലൽ ജന്ന. നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചിട്ട് ആ മരണത്തിൽ പ്രതിഫലം പ്രതീക്ഷിച്ചാൽ അവന് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. സ്വർഗം, നമുക്ക് സ്വർഗം കിട്ടാൻ ഒരു മരണവേദന മതി എന്നാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ അതിശക്തമായ ഒരു മാനസിക ദുഃഖം, ഒരു പ്രയാസം, ഒരു വേർപാടിൻ്റെ ദുഃഖം ഒരു സ്വർഗം വാങ്ങിത്തരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അറിവുകൾ നമുക്കുണ്ടാകണം. ഇത് മറ്റുള്ളവരോട് നമ്മൾ പങ്കുവെക്കണം. അത്തരം വേദന അനുഭവിക്കുന്നവരോട് ആ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തണം, അവിടെ മനസ്സിനെ സമാശ്വസിപ്പിക്കണം. അതാണ്, എൻ്റെ കുട്ടികൾ മരിച്ചു, എനിക്ക് സമാധാനം തരുന്നൊരു വാക്ക് റസൂലുള്ള പറഞ്ഞതുണ്ടെങ്കിൽ പറഞ്ഞതാ എന്നാണ് അബൂ ഹുറൈറ ചോദിച്ചത്. അപ്പം ആ സമയത്താണ് അബൂ ഹുറൈറ ഈ ഹദീസുകൾ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുവാനും ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ നേടുവാനും ആ മാതാപിതാക്കൾക്ക് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പരിചയമുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ പോവുകയും അവരെ സമാശ്വസിപ്പിക്കുകയും വേണം. തഅസിയത്ത് എന്നാണ് പറയുന്നത്. അതാ എപ്പോഴും ഒരാളെ ദുഃഖം എപ്പോഴും ഉണ്ട്, അപ്പോഴൊക്കെ പോയി തഅസിയത്ത് ചെയ്യാം. പക്ഷെ ആദ്യത്തെ 3 ദിവസങ്ങളിലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നാണ്. അതിന് പൊതുവായിട്ട് തന്നെ വതആവനൽ ബിർരി വത്തഖ്വ, നല്ല കാര്യങ്ങളിൽ പരസ്പരമുള്ള സഹകരണം എന്നുള്ളത് വിശ്വാസികൾ തമ്മിലുണ്ടാകേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാഫർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ, ഇസ്നഉ ലി ആലി ജാഫർ തുആമൻ ഫഖദ് അതാഹും മാ യശ്ഉ, നിങ്ങൾ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക്. അവരിപ്പോൾ ആ മരണത്തിൻ്റെ വേദനകളിലും വിഷമങ്ങളിലൊക്കെ മാനസികമായി പ്രയാസപ്പെട്ട് കഴിയല്ലേ എന്ന് പറയുന്നു. മാത്രമല്ല, ആശ്വസിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച വചനമുണ്ട്, ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലുൻ ഇൻദഹു ബി അജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ്. അള്ളാഹ് എടുത്താൽ അത് അള്ളാഹ്ക്കുള്ളതാണ്. അള്ളാഹു ഒരാളെ മരിപ്പിച്ചാൽ അതിനെപ്പറ്റി പിന്നെ ആലോചനയല്ലേ. അത് അള്ളാഹുവിന് അവകാശപ്പെട്ടത്, അള്ളാഹു എടുക്കാൻ അവകാശപ്പെട്ടതാണ്. എല്ലാറ്റിനും അള്ളാഹു ഒരു അവധി വെച്ചിട്ടുണ്ട്. നമ്മൾ ജനിക്കുന്ന മുന്നേ നമുക്കൊരു അവധി ഉണ്ട്, അപ്പോൾ മരിക്കും. അത് ആ അവധി എത്തിയതാണെന്ന് ഏത് മരണം വരുമ്പോഴും നമ്മൾ വിചാരിക്കുക. ഫൽ തസ്ബിർ, അതുകൊണ്ട് ക്ഷമിക്കുക. വൽ തഹ്തസിബ്, നീ പ്രതിഫലം ആഗ്രഹിക്കുക, ഇതിനൊക്കെ കൂലി കിട്ടും എന്ന് മരിച്ച് വേദനിക്കുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം, ഓർമ്മപ്പെടുത്തണം എന്നാണ്. ആ തഅസിയത്ത് വളരെ പ്രധാനമാണ്. നമ്മുടെമായി ബന്ധപ്പെട്ട ആളുകളെ തഅസിയത്ത് നടത്തുക എന്നുള്ളതും ഈ സന്ദർഭങ്ങളിൽ അവിടെ ആശ്വാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയാണത്. അത് നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ദീൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാനും അറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമെന്നാണ്. ഈ മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമെന്നാണ്. അവിടെ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും മാതാപിതാക്കളുമൊക്കെ സമാധാനിക്കുവാനും ക്ഷമിക്കുവാനും പ്രതിഫലം ആഗ്രഹിക്കുവാനുമുള്ള വിശാല മനസ്സിനെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. എല്ലാ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാൻ. ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമെന്നാണ്. ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും
എല്ലാ നല്ലതായ ആവശ്യങ്ങളെയും പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കണമെന്ന് നാഥ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ